മോനെ ഇത് കഴിക്ക്. ഇത് ബേക്കറിന്ന് വാങ്ങിയ പലഹാരമൊന്നും അല്ല. ഇത് ഞാൻ എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഉണ്ണിയപ്പ. കഴിക്ക്. കഴിക്കടി. ആന്റിക്ക് മോളോടും മരുമോനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് മാറ്റിവെച്ചതായിരിക്കും അല്ലേ ഈ ഉണ്ണിയപ്പം? അതുകൊണ്ടല്ലേ ഞങ്ങളോടൊന്ന് വേണോന്ന് പോലും ചോദിക്കാതെ അവർക്ക് മാത്രം കൊടുക്കുന്നത്. എന്റെ മോൾക്കും മരുമോനും ഞാനല്ലാതെ വേറെ ആരും ഉണ്ടാക്കി കൊടുക്കാന്? എടാ, ആന്റി തന്നില്ലെങ്കിലും നിനക്കെങ്കിലും കുറച്ചധികം തരായിരുന്നു. അല്ല ഏട്ടാ, ഇതെടുത്തോ. അയ്യോ വേണ്ട വേണ്ടേ, നീ കഴിച്ചോ. ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം ആന്റി എന്നെ ഓടിക്കാൻ. മുത്തശ്ശ, അമ്മയപ്പം അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരും. അവള് അധികം വൈകാതെ എത്തും മോളെ. എന്തായി മഞ്ജു, കഴിയാറായോ? ഇപ്പൊ കഴിയുമേ. സുലോചനെ, ആ എന്താ അച്ഛാ? അവിടെ പിള്ളേരിരുന്നുണ്ടാ ഞാൻ നിന്നോടൊന്നും പറയാത്ത. നീ അവിടെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെ? ഞാനെന്ത് ചെയ്തു? അവര് വന്ന നേരം മുതലേ നീ അഭിഷേകിനെ അഞ്ജിതെ മാത്രമാണല്ലോ ശ്രദ്ധിക്കുന്നത്. അവരെ മാത്രമല്ലേ സൽക്കരിക്കുന്നത്? അത് പിന്നെ അവരെന്റെ മോളും മരുമോനും അല്ലേ? അല്ലെന്ന് ആര് പറഞ്ഞു? അഭിഷേകും അഞ്ജിതയും നിന്റെ മരുമോനും മോളും തന്നെയാ എന്ന് കരുതി എന്തിനാ നീ ദേവികയോടും ഗോപികയോടും വേർതിരിവ് കാണിക്കുന്നത്? അവരും ഈ വീട്ടിലെ മക്കള് തന്നെയല്ലേ. നീ കാണിക്കുന്നത് ശരിയല്ല സുലോചനെ. ഇവിടെ പക്ഷാഭേദം കാണിക്കുന്നത് തെറ്റാണ്. ആന്റി എന്ത് കാണിച്ചാലും ഞാൻ ക്ഷമിക്കും. എന്നോളം ക്ഷമയില്ലെങ്കിലും ഒരുപക്ഷെ ഗോപിക്കും ക്ഷമിച്ചു എന്ന് വരും. പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്ക് ആ ക്ഷമ ഉണ്ടാവണമെന്നില്ല. ഭാഗ്യത്തിന് കുട്ടൻ ഇതൊന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. അതുപോലെയല്ല ഋഷി. ഋഷി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതിന്റെ പ്രതികരണം അവന്റെ പെരുമാറ്റത്തിലും ഉണ്ട്. അവൻ തമാശയായിട്ട് ഓരോന്ന് പറയുന്നതെങ്കിലും അതെല്ലാം കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. ആന്റിക്കത് മനസ്സിലായി കാണുമല്ലോ. വെറുതെ എന്തിനാ ആന്റി അവനെ ഇട്ടിങ്ങനെ വെറുപ്പിക്കുന്നത്? എനിക്കിതൊന്നും ഒരു പ്രശ്നവുമല്ല. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചിന്തിക്കാം, പ്രവർത്തിക്കാം, പ്രതികരിക്കാം. പിന്നെ ഋഷി, അവൻ എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. എന്റെ മോളെ കെട്ടാൻ ഉറപ്പിച്ചിട്ട് അവളെ കൈയൊഴിഞ്ഞ് ഗോപികയെ കെട്ടിയവനവൻ. അതുകൊണ്ട് എന്നിൽ നിന്നും ഒരു മാന്യതയും അവൻ പ്രതീക്ഷിക്കണ്ട. ആന്റി, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടു. ഋഷി എന്നെ വിവാഹം കഴിച്ചതിൽ എന്താ കുഴപ്പം? ഋഷിയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ഋഷിയെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിച്ചവളല്ലേ അഞ്ജിത? അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറി ഋഷി എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അർഹതയില്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച അഞ്ജിതയെ ഋഷി തള്ളിക്കളഞ്ഞതിൽ എന്താ ഇത്ര വലിയ തെറ്റ്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഋഷി ഈ കുടുംബത്തിലെ മരുമകനാണ്. ഋഷിയോടും മര്യാദയോടും മാന്യതയോടും കൂടി പെരുമാറിയില്ലെങ്കിൽ അറിയാലോ ഗോപിയെ, എന്റെ തനി സ്വരൂപം നിങ്ങൾ കാണും. നീ എന്താ എന്നെ വരട്ടാ? നിങ്ങൾ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ അതിന്റെ ഇരട്ടി മോശം പെരുമാറ്റം എന്നിൽ നിന്നുണ്ടാവും. ഗോപികെ, നിനക്കെന്താ സ്വബോധം നഷ്ടപ്പെട്ടു പോയോ? എടി മോളെ, നമ്മുടെ ഭർത്താക്കന്മാരെ അപ്പുറത്തിരിക്കുന്നത്. അവരിതൊക്കെ കേട്ട നമുക്ക് നാണക്കേട്. നമ്മുടെ കുടുംബത്തിന്റെ വിലയായി നഷ്ടപ്പെടുന്നത്. നീ നടങ്ങ്. മോളെ, നീ ഒന്ന് ക്ഷമിക്ക. സുലോചനയുടെ സ്വഭാവം നിനക്കറിയാവുന്നല്ലേ. ഇവളെ ഉപദേശിക്കാവുന്നേ ഉള്ളൂ. നന്നാവുന്ന ഒരു പ്രതീക്ഷയും വേണ്ട. ഇവളോട് നീ ഒരു വഴക്കിന് നിൽക്കണ്ട. ദേവിക പറയുന്ന പോലെ ഋഷി അഭിയൊക്കെ കേട്ട മോശമാ. മോള് ചെല്ല് മോളെ. ഒന്ന് സമാധാനിക്കടേ നീ. നീ വാ മോളെ, നടക്ക.
നീ എന്താടി ഇവിടെ? ഇത് ദേവികേച്ചിയുടെ മുറിയല്ലേ? നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ ഇതിനകത്ത് കയറിയ എന്താ കുഴപ്പം? ഇതിപ്പോ ദേവികേച്ചിയുടെ മുറിയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മള് 3 പേരുടെ വിവാഹം കഴിഞ്ഞ് ഇവിടുന്ന് പോയതല്ലേ, അപ്പോ അതല്ലേ നമ്മുടെ വീട്. ഇനി ഈ വീട്ടില് ഇതെന്റെ മുറി അത് നിന്റെ മുറി എന്ന അവകാശം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പോ ഇവിടെ ആർക്കും സ്ഥിരമായിട്ടൊരു മുറിയില്ല. ആ ന്യായം നീ ഇപ്പൊ പറയണ്ട. ഇതിപ്പോഴും നമ്മുടെ വീട് തന്നെയാ. ഈ മുറി ദേവികേച്ചിയുടെ മുറിയാണ്. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതിനകത്ത് കയറിയത്? അത് പറ. ഞാനിവിടെ എനിക്കും അഭിക്കും വേണ്ടി ഒരു മുറി തരുമായിരുന്നു, ഞങ്ങൾക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അതിന് നിന്റെ മുറി സൗകര്യമില്ലേ? അതൊരു ചെറിയ മുറിയല്ലേ. നീ മാറി, ഞാൻ അങ്ങോട്ട് പോട്ടെ. നിക്കടി അവിടെ. നിനക്ക് എന്തോ ഒരു കള്ളത്തിലുണ്ടല്ലോ. നീ എന്തിനാ ഈ മുറി കയറിയത്? നീ അത് പറഞ്ഞിട്ട് പോയാ മതി. നിധി മോഷ്ടിക്കാൻ നിനക്ക് എന്താ കുഴപ്പം? നീ എന്തിനാ എന്റെ മെക്കിട്ട് കയറാൻ വരുന്നേ? എനിക്ക് എന്ത് കള്ള ലക്ഷണം ഉണ്ടെന്നാ നീ പറയുന്നത്? നിന്റെ ചോദ്യത്തിന് ഞാൻ മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞു. ഇനി നീ എന്റെ മെക്കിട്ട് കയറാൻ വന്നാ നീ വിവരം നീ അറിയും. എന്ത് ചെയ്യടി? എന്ത് ചെയ്യുമെന്ന് അറിയണം നിനക്ക്. ആ, അറിയണം. കൂടുതൽ ഏയ്, ഞെരടില്ലേ? നീ എന്ത് ചെയ്യുമെന്ന് എനിക്ക് എന്തൊരു അറിയാം. ബഹളം? എന്താ? ചേച്ചി, ഇവൾ ആരോടും ചോദിക്കാതെ ചേച്ചിയുടെ മുറി കയറി. ആ, അതാണ് ഇപ്പൊ വലിയ വിഷയം. അതിനു വേണ്ടിയാണോ ഈ തർക്കോ ഒച്ചപ്പാടൊക്കെ? അഞ്ജിത എന്റെ മുറി കയറിന്ന് വെച്ചാൽ എന്താ കുഴപ്പം? മുറി ഇടിഞ്ഞ് താഴെ വീഴോ? അങ്ങനെ ചോദിക്കേച്ചി. നിന്നെ ഞാനുണ്ടല്ലോ. മിണ്ടായിരിക്കെ. അഞ്ജു, ചേച്ചി ഇവിടെ നീ ചെല്ല്. അവളോട് ഞാൻ പറയാതെ പോ. നീ മിണ്ടരുത്. ഞാനാ പറയുന്നത്. ഇനി നിന്റെ ശബ്ദം ഉയരരുത്. അഞ്ജിതെ, പറഞ്ഞു കേക്ക്. നീ ചെല്ലു മോളെ. നിന്നോട് കുറച്ചു മുമ്പല്ലേ ഈ വീട്ടിൽ വഴക്കുണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞത്? എന്നിട്ട് നീ എന്തിനാ വഴക്കുണ്ടാക്കുന്ന മോളെ? ചേച്ചി, അവൾ എന്തേലും കാണിച്ചു കൂട്ടട്ടെ. നീ മിണ്ടരുത്, പ്രതികരിക്കാൻ നിൽക്കരുത്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? നമ്മൾ നാണം കെടും മോളെ. നമുക്കത് ദോഷം ചെയ്യും. അതുകൊണ്ട് നീ സ്വയം നിയന്ത്രിക്കുക. അനീഷേ, ഈ പലകകൾ രണ്ടും ഈ ഇരിക്കുന്നതിന്റെ മധ്യഭാഗത്ത് വെച്ചേക്ക്. ദാ എന്തിനാ ഈ പലകള്? ഇരിക്കാൻ. അതെനിക്ക് മനസ്സിലായി. എല്ലാരും തറയിലല്ലേ ഇരിക്കുന്നേ, പിന്നെ ഇതിപ്പോ ആർക്കാ? എന്റെ 5 മോക്കും അഭിമോനും. അവരെല്ലാരെയും പോലെ തറയിൽ ഇരിക്കണ്ട, പലകയിൽ ഇരുന്നാ മതി. നീ ഇതങ്ങോട്ട് വെച്ചേ. നിനക്ക് പറ്റൂലെങ്കിൽ വേണ്ട, ഞാനിങ്ങ് വെച്ചോളാം. ഈയടാ. നാട്ടാചാരപ്രകാരമാണ് ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം അതിൻ്റെതായ തനിമയോടെ വേണമല്ലോ. അതുകൊണ്ട് ഈ മുണ്ടെടുത്ത് വേണം നിങ്ങൾ ആണുങ്ങൾ സദ്യയിൽ പങ്കെടുക്കേണ്ടത്. മോനെടുക്ക. മോനിതാ, ഇത് മോനെ. ആ, എല്ലാവരും വേഗം പോയി മുണ്ടെടുത്തിട്ട് വാ. ശരി ശരി മുത്തശ്ശ. ചെല്ലാം. ആ, എല്ലാവരും വന്നിട്ടുണ്ട്. ഇല്ലില്ല, കുഴപ്പമൊന്നുമില്ല. എല്ലാം കൃത്യസമയത്ത് തന്നെ എത്തി. ആ, ശരി എന്നാ. ഓ, മുത്തശ്ശ, ആ, എന്താ മോനെ? ഇത് ശ്രീകലാമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി അമ്മ തന്നയിച്ച സാരിയാ. അമ്മ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് ഞാൻ മുത്തശ്ശനെ ഏൽപ്പിക്കുക. അമ്മ വരുമ്പോ മുത്തശ്ശനിത് അമ്മയ്ക്ക് കൊടുത്താൽ മതി. ശരി മുത്തശ്ശ. ഋഷി, എന്തിനാ ഇത്ര ധൃതി? അമ്മ ഇപ്പൊ വരുമല്ലോ, അപ്പൊ നേരിട്ട് കൊടുത്താ പോരെ? അല്ല, അത് പിന്നെ അത് സാരമില്ല മോളെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. അതെ, എല്ലാരും വന്നോളൂ, സദ്യ റെഡിയാ. വാ മുത്തശ്ശമ്മ. ചെല്ല്. സിധു, പതുക്കെ. ആന്റി, ആന്റി എനിക്ക് സിന്ദൂരം തന്നില്ലല്ലോ. എനിക്ക് സിന്ദൂരം വെച്ച് താ.
കുട്ട സിന്ദൂരൊക്കെ പിന്നെ വയ്ക്കാം. കുട്ടനിരിക്കെ, നമുക്ക് സദ്യ കഴിക്കാം. ഹായ്, സദ്യ? ഇന്ന് സദ്യയാണോ? ഹായ്, അപ്പൊ ഇന്ന് പരിപ്പും പായസവും ഒക്കെ ഉണ്ടാവൂലോ? ഉണ്ട്. കുട്ടനിരിക്കെ. പലക. ഏയ്, എന്നാ ഇത്? എഴുന്നേറ്റേ. എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? മോനും മോളും ആ പലകയിൽ പോയിരിക്കും. വാ ഭേട്ട, നമുക്ക് ആ പലകയിലിരിക്കാം. ഇരിക്കും മോനെ. വേണ്ട, ഞാനിതിലിരിക്കില്ല. ഇതിലിരിക്കേണ്ടവര് ഞാനും അഞ്ചുമല്ല, ഈ നിൽക്കുന്ന സിദ്ധുവേട്ടനും ദേവികേച്ചിവ. അവരാണ് ഈ വീട്ടിലെ മൂത്ത മരുമകനും ഭാര്യയും. അവർക്കാണ് പ്രത്യേക സ്ഥാനം കൊടുത്ത് ആദരിക്കേണ്ടത്. ദേവികേച്ചി സിദ്ധുവേട്ടനും ഈ പലകയിലിരിക്കും. വേണ്ട, ഇവിടെ മൂപ്പിളമ വ്യത്യാസമൊന്നും നോക്കണ്ട. സുലോചനാന്റെ ഒരു അമ്മയുടെ സ്നേഹം കൊണ്ടാ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയത്. ആ സ്നേഹത്തെ നിഷേധിക്കാൻ പാടില്ല. ഞാനും കുട്ടനും കൂടി അവിടെ ചെന്നിരുന്ന ആന്റിക്കത് വിഷമാവും. ആന്റി എന്തിനാ വിഷമിപ്പിക്കുന്നത്? അതുകൊണ്ട് അബിയും അഞ്ജിതയും സന്തോഷത്തോടെ അവിടെ പോയിരിക്കും. നിങ്ങൾ അതിൽ തന്നെ ഇരിക്കണം. അതെന്റെയും കൂടി താല്പര്യം. ചെന്നിരിക്കെ. എന്നാ പിന്നെ നമുക്കിനി സദ്യ വിളമ്പിയാലോ? ആ, വിളമ്പിക്കോ. ആ, ദാ മക്കളെ, കഴിക്ക്. ഹായ്, പായസം. എനിക്കും വേണം പായസം. എനിക്കും വേണം പായസം. എനിക്ക് പായസം താ. നിങ്ങൾ കഴിക്കും മക്കളെ. സുലോചനെ, നീ എന്താ സിദ്ധുവിന് മധുരം വിളമ്പാത്തെ? അവനും കൂടി കൊടുക്ക. എനിക്കും പായസം വേണം. എനിക്കും പായസം വേണം മാലാക. കുട്ട, ബഹളം വേണ്ട. കുട്ടന് ഞാൻ വീട്ടിൽ പോയി ഉണ്ടാക്കി തരാം. പറ്റില്ല, എനിക്കിപ്പോ പായസം വേണം. എനിക്ക് പായസം വേണം. ഏട്ടാ, ഏട്ടൻ ഇത് കുടിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അഞ്ജിത് ഇതുവരെ വിളിച്ചില്ലല്ലോ. ഇല്ല, അതാ ഞാനും ആലോചിക്കുന്നത്.
നമ്മൾ അവളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായില്ലേ? വിവരങ്ങളൊന്നും അറിയാതിരുന്ന എങ്ങനെയാ? നീ അങ്ങോട്ടൊന്ന് വിളിക്ക്, എന്നിട്ട് കാര്യം തിരക്ക്. വിളിക്കല്ലേ? വിളിക്കേ. സ്പീക്കറിലിട്. ഹലോ ആന്റി. ആ അഞ്ജിതേ, ഞങ്ങൾ രണ്ടുപേരും എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു. നീ എന്താ വിളിക്കാത്തത്? ഇവിടെ എല്ലാരും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ ഒരു അവസരം കിട്ടിയില്ല ആന്റി. എന്തായി? ഞാൻ പറഞ്ഞതുപോലെയൊക്കെ നീ ചെയ്തോ? എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ ജോലികൾ ആരംഭിക്കാം അല്ലേ? ബാക്കി ആന്റി ചെയ്തോ? ഇവിടെ എല്ലാം സെറ്റാ. ആ ശരി, നീ വെച്ചോ. അപ്പോ ദേവികയെ പൊന്നാരം തോട്ടത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പരിപാടികൾ നമുക്ക് ആരംഭിക്കാം. തുടങ്ങാം. നീ വാ. ജാനകി എടുത്തി. എന്താ മായ? എനിക്ക് ഹരിയേട്ടനും കൂടി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകണമായിരുന്നു. പോകുമ്പോ ഇടാൻ വേണ്ടി ആ ആഭരണപ്പെട്ടിന്നൊരു എനിക്കൊരു വൈരമോതിരം എടുക്കണമായിരുന്നു. രാവിലെ അത് തുറന്നപ്പോ മായക്ക് അതിന്ന് വേണ്ടത് എന്താന്ന് വെച്ചാൽ എടുക്കാൻ പാടില്ലായിരുന്നോ? അന്നേരം പിള്ളേര് വേണം വേണ്ടാന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുമായിരുന്നില്ലേ? അതിനിടയിൽ ഞാൻ എന്റെ കാര്യം മറന്നുപോയി. അതിനെന്താ, അമ്മ മുറിയിലുണ്ടാവുമല്ലോ, അമ്മയോട് ചോദിച്ചാ പോരെ? ഏയ്, ഇവളായിട്ട് പോയി ചോദിക്കുന്നത് ശരിയല്ലേ ഏട്ടത്തി? ചേട്ടത്തി ചോദിച്ചു വാങ്ങി കൊടുക്കുന്നതാണ് നല്ലത്. ഓ, അതിലൊന്നും ഒരു കാര്യമില്ല. കാര്യമുണ്ട് ജാനകി എടുത്തി. ഈ കുടുംബത്തിലെ കീഴ്വഴക്കങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല. അതൊക്കെ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കണം. അതെനിക്ക് നിർബന്ധം. എനിക്കും. എന്നാ ശരി, നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ വന്ന് അമ്മയോട് ചോദിക്കാം. അമ്മേ. ആ, എന്താ എല്ലാവരും കൂടി? അമ്മേ, എനിക്കും മായക്കും കൂടി ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. അതിന് പോകുമ്പോ മായക്ക് നമ്മുടെ പരമ്പരാഗത വൈരമോതിരം അണിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങളതൊന്ന് എടുക്കാൻ വേണ്ടി വന്നതാ. നേരത്തെ ആഭരണപ്പെട്ടി തുറന്നപ്പോ നീ കൂടെ ഉണ്ടായിരുന്നല്ലേ? അപ്പൊ നീ വൈരമോതിരം ചോദിക്കാതിരുന്ന എന്താ? ഇത് തന്നെയാ ജാനകിയെടുത്തി എന്നോട് ചോദിച്ചത്. അന്നേരത്തേക്ക് ഞാനതൊക്കെ മറന്നുപോയി. എന്നാലേ ഇപ്പോഴും നീ അതെടുക്കണ്ട. ആഭരണപ്പെട്ടിയെ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോ തുറക്കാൻ പാടില്ല. അമ്മേ, മായയുടെ ഒരു ആഗ്രഹമല്ലേ? എന്താഗ്രഹമായിരുന്നാലും ശരി, അതിപ്പോ തുറക്കാൻ പറ്റില്ല. ഒരുപാട് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പെട്ടിയാത്. അതെപ്പോഴും എപ്പോഴും തുറന്നാൽ എങ്ങനെ ശരിയാവുക? പണിപ്പാളി. ഞാൻ വെറുതെ തമാശയ്ക്ക് നിന്നെ ഒന്ന് ഇളക്കിയതല്ലേ. ആ ആഭരണപ്പെട്ടിന്ന് നിനക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാ എടുത്തു. ഓ, ഇങ്ങനെയുള്ള തമാശ ഒന്നും പറയല്ലേ അമ്മേ, അതും എന്നോട്. ഞാൻ ചങ്കുപൊട്ടി ചത്തു. ആഭരണപ്പെട്ടി തുറന്നു തന്നെയാ ഇരിക്കുന്നേ. നിനക്ക് ആവശ്യമുള്ള എന്താന്ന് വെച്ചാ എടുത്തു. നീ അത് ഇങ്ങോട്ട് എടുത്തിട്ടോ. ഈ അമ്മയുടെ ഒരു കാര്യം. നോക്ക്. അയ്യോ അമ്മേ, ആ വൈരമോതിരം കാണുന്നില്ലല്ലോ. കാണുന്നില്ല? അതവിടെ പോയി. നീ ശരിക്കും നോക്കി. രാവിലെ ആ മോതിരം ഞാൻ കണ്ടതാണല്ലോ. ഞാനും കണ്ടതാ. ഈശ്വര, പിന്നെ അതവിടെ പോയി. ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങത്തെ ഞാനൊന്ന് നോക്കട്ടെ. കാണുന്നില്ലല്ലോ. അയ്യോ, രാവിലെ ഇതിനകത്തുണ്ടായിരുന്ന മോതിരം ഇപ്പൊ എവിടെ പോയി? ചിലപ്പോ നമ്മുടെ മരുമക്കൾ ആരെങ്കിലും എടുത്ത് അണിഞ്ഞിട്ട് പോയതാണെങ്കിലോ?
എങ്കിൽ പിന്നെ അവര് വരട്ടെ, അപ്പൊ ചോദിക്കാം. അല്ല, അങ്ങനെ അവര് വരുന്നവരെ കാത്തിരിക്കുന്ന ശരിയാണോ? അത് പറ്റില്ല. നമുക്ക് പരമ്പരാഗതമായി കിട്ടിയ അമൂല്യമായ മോതിരം അത്. കൊല്ലങ്ങൾ പഴക്കമുള്ളത്. അതെവിടെ പോയി എന്ന് ഇപ്പൊ തന്നെ അറിയണം.